ഏതവനടിയവൻ മര്യാദയ്ക്ക് പറഞ്ഞു, നീ വളവ് വെച്ച് വണ്ടി കയറി പൊന്ന് കണ്ടിട്ട് സുനിതമായി എന്നെ വിളിച്ച് പറഞ്ഞു, കറുത്ത ഹെൽമെറ്റ് ഉണ്ടോ സുനിതമായിക്ക് ആളാരാന്ന് മനസ്സിലായില്ല. മര്യാദയ്ക്ക് നീ പറഞ്ഞു, അല്ലെങ്കിൽ നിന്റെ പഠിത്തവും കൊടുത്തു എല്ലാം ഞാൻ ഇന്ന് നിർത്തിപ്പിക്കും. അപ്പനെ നിനക്ക് നന്നായിട്ട് അറിയാലോ, അങ്ങേർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്നെ ഒക്കെ കാണിക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടാണ് നീ ഇതെല്ലാം കിടന്ന് കാട്ടുന്നത്. നിന്റെ പഠിത്തം കൊടുത്ത് എല്ലാം ഞാൻ ശരിയാക്കി തരാം. നീ വീട്ടിന്റെ പുറത്തോട്ട് കാല് വെക്കും, ഞാനത് അരിഞ്ഞങ്ങ് വീഴ്ത്തു. പഠിത്തം കൊടുത്തു എന്നൊക്കെ പറഞ്ഞ ട്യൂഷൻ നീ ഇറങ്ങുന്ന കണ്ടവനെ ബൈക്ക് കയറി നാട് തണ്ടാനായിരുന്നോ? വെറുതെ അല്ല നിനക്ക് ഇപ്പൊ രാത്രി കയറി ഒരു വിശപ്പില്ലാതെ. പണ്ടൊക്കെ ട്യൂഷന് പോയി തിരിച്ചിരുമ്പോ അയ്യോ എന്റെ വയറ് കരിയുന്നേ പൊട്ടുന്നേ. ഇപ്പൊ എന്നാ ഒന്നുമില്ല. കാരണം എന്താ, എന്റെ കയ്യിൽ നിന്ന് ട്യൂഷൻ എന്ന് പറഞ്ഞ പൈസ വാങ്ങിച്ചുകൊണ്ട് ടാച്ചക്കൻ്റെ കൂടെ വണ്ടിയിൽ കയറി കണ്ടതൊക്കെ തിന്നും കുടിച്ചിട്ടല്ലേ വരുന്നത്. പിന്നെ എങ്ങനെ വിശപ്പുണ്ടാവും? ദൈവമേ, തറ വെച്ച് ഉറുമടിക്ക് തല വെച്ച് പേനരിക്കുന്നു പറഞ്ഞ് ഞാൻ വളർത്തിയത് അവളിപ്പോ കണ്ടില്ല, എന്നെ തന്നെ ചതിക്കുന്ന അവള് എന്നെ തന്നെ. ദൈവം മേനിയ നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ എങ്ങനെ തല നിവർത്തി നിൽക്കും? ആ കുടുംബശ്രീ പെണ്ണുങ്ങൾ എന്നെ തലയാക്കി കളിയാക്കി കൊല്ലത്തില്ലേ? എന്റെ ജോലി ഇനി എനിക്ക് എന്നാ ചെയ്യണേന്ന് അറിയത്തില്ലേ. പള്ളിയിൽ അച്ഛനെ കൊണ്ട് അവളെ തലയിലൊന്ന് വെച്ച് പ്രാർത്ഥിപ്പിച്ചാലോ?